പ്ലോട്ടിന്റെ ദർശനത്തിന് അനുയോജ്യമായ ഉത്തമമായ വാസ്തുമണ്ഡലത്തിൽ വീടിന്റെ സ്ഥാനം കൃത്യമായി രേഖപ്പെടുത്തി വീടിന്റെ പുറം ചുറ്റും അകം ചുറ്റും പതയോനിപ്പെടുത്തിയ ലക്ഷണമൊത്ത കണക്കുകളിൽ ആയാതി ഷഡ്വർഗ്ഗങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കി തരുന്നതിനും ഉത്തരവാദിത്വത്തോടെ കെട്ടിടങ്ങൾ പണിതു തരുന്നതിനും സമീപിക്കുക. വാസ്തു ഹോം 7025008107. ദമ്പതികളുടെ ബെഡ്റൂം ഡിസൈനിങ്. പല പ്രായത്തിലുള്ളവരാകുമ്പോൾ അവർക്കായി ഒരുക്കുന്ന സ്വകാര്യ സ്ഥലങ്ങളും ഉപയോഗിക്കുന്ന ആളിന്റെ പ്രായവും അഭിരുചിയും പരിഗണിച്ച് വേണം ബെഡ്റൂം ഒരുക്കാൻ. കിടപ്പുമുറികൾ ഉപയോക്താക്കളുടെ എണ്ണവും പ്രായവും പക്വതയും പരിഗണിക്കാതെ ഒരു കട്ടിൽ മാത്രമിട്ട് ഒതുക്കുന്നതായിരുന്നു മുൻപത്തെ നമ്മുടെ രീതി. കുട്ടികൾ, പ്രായമായവർ, ദമ്പതികൾ എന്നിങ്ങനെ വിവിധ പ്രായത്തിലുള്ളവർക്കായി ബെഡ്റൂം ഒരുക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദമ്പതികൾക്കുള്ള കിടപ്പുമുറികൾ ഒരുക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ദമ്പതികളുടെ കിടപ്പുമുറികൾ ഒരുക്കുമ്പോൾ ഓർക്കേണ്ട പ്രധാന സംഗതിയാണ് ബെഡ്റൂം. ഇവ റൊമാൻറ്റിക്കും പ്രാക്ടിക്കലും അതുപോലെ തന്നെ സൗകര്യപ്രദവും ആയിരിക്കണം. കട്ടിയുള്ളതും ഫ്രില്ലുള്ളതും കൂടുതൽ കളറുള്ളതുമായിട്ടുള്ള കർട്ടനുകൾ ഇത്തരം കിടപ്പുമുറികളിൽ ഉപയോഗിക്കരുത്. മുറി ചൂടാക്കുകയും കൂടുതൽ ഇടുങ്ങിയതായി തോന്നിപ്പിക്കുകയും ചെയ്യും. ബ്രൈറ്റ് വാം കളറുകൾ ദമ്പതികളുടെ കിടപ്പുമുറിക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ദമ്പതികളെ കൊണ്ടുതന്നെ കിടപ്പുമുറിയുടെ നിറം തിരഞ്ഞെടുപ്പിക്കുന്നതും നന്നായിരിക്കും. ക്രീം, ബ്രൈറ്റ് ആൻഡ് റെഡ്, ബ്രൗൺ തുടങ്ങിയ നിറങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഉപയോഗിക്കുന്നത് കൂടുതൽ ഇണക്കം നൽകും. ആവശ്യത്തിന് വിസ്തൃതിയുള്ള കിടപ്പുമുറിയാണെങ്കിൽ സോഫ പോലുള്ള ഇരിപ്പിടങ്ങളും TV യൂണിറ്റും സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പേ ബെഡ് അലങ്കോലപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. വാൾ മൗണ്ടിംഗ് TVയെ ബെഡ്റൂമിൽ ഉപയോഗിക്കാവൂ. സ്ഥലപരിമിതിയെ മറികടക്കാൻ ഇത് സഹായിക്കും. അതുല്യ ഭംഗി കൈവരുത്തുവാൻ ക്ലാസിക് ഫർണിച്ചറുകൾ, ബെഡ് സൈഡ് ലാമ്പ്, ചെറിയ ഡ്രോയർ, ഹാങ്ങിങ് ലാമ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ബെഡ്റൂമുകൾ കൂടുതൽ റൊമാൻറ്റിക് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പേസ്റ്റൽ, ന്യൂട്രൽ, ജുവൽ നിറങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ലൈറ്റിങ്ങിനും ഇതിൽ മികച്ച പ്രാധാന്യമുണ്ട്.